ഹായ് ഫ്രണ്ട്സ്, ടെക്മൻ കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആഫ്രിക്കൻ മുയിലിനെ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യുക. ഈ ആഫ്രിക്കൻ മുയിലിനെ നമ്മൾ എടുക്കണേ, ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഈ വലിപ്പമുണ്ട്. ഈ വലിപ്പമുള്ളതാണ്. ഇതിനെ ആദ്യം നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ തോല് ചിറകൊക്കെ നമ്മൾ മുറിക്കണം. ഈ ആഫ്രിക്കൻ മുയിലിൻ്റെ തോല് ചീന്തണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. വൈക്കലൊക്കെ ഉണ്ടാവും. അതിന് ലേശം വെണ്ണൂറ് എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. കുഴിമണലോ വെണ്ണൂറോ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. ചിറകൊക്കെ നമ്മൾ ഇതേമാതിരി കട്ട് ചെയ്യണം. എണ്ണീറിട്ടിട്ട് ഇതിൻ്റെ മേലെ ഇതേമാതിരി വെച്ചിട്ട് ലേശം ഓരണ്ടാവും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോലിരിക്കാനൊക്കെ പറ്റും. നമുക്ക് ഈ മേൽവശത്ത് ഇതേമാതിരി മുറിക്കണ്ട. നമ്മൾ പെട്ടെന്ന് തോല് അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തോല് ചീന്തിയെടുക്കുക. അതിൽ നമ്മൾ തോല് നല്ലോണം ചീന്തിയെടുക്കുന്നുണ്ട്. അതിന് ഇറച്ചി പറ്റാത്ത വിധത്തിലാണ് നമ്മൾ ചീന്തിയെടുക്കുന്നത്. ആക്കിയതിന് ശേഷം ഇതേമാതിരിക്ക് വലിച്ചാൽ മതി. ആ തോല് ഇതേമാതിരി കൊണ്ട് വിരിഞ്ഞു വരും. ഒരു വലിച്ചാൽ ഇതേമാതിരി കണ്ട് സിമ്പിളായിട്ടുണ്ട് വരും. ഈ അടുവശത്ത് ഇതേമാതിരി ഒന്ന് മുറിച്ചെടുക്കണം. ഇവിടെ ജോയിൻറ്റ് ഇതേമാതിരി നമ്മൾ തോല് ചീന്തിയാക്കിയതിന് ശേഷം നമ്മൾ കൈക്ക് വൃത്തിയാക്കിയതിന് ശേഷം ഇതേമാതിരി മുറിച്ചെടുക്കണം. പൊരിക്കാനാണ് നമ്മൾ പോകുന്നത്, ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഇതേമാതിരി നമ്മൾ കട്ടാക്കിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വേപ്പില ഇതെല്ലാം പാടെ നമ്മൾ മിക്സി ജാർ ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കണം. അരച്ച് പേസ്റ്റാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൈക്ക് വൃത്തിയാക്കിയ മീൻ ഇതിലേക്ക് ഇടുക. നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നല്ല ടേസ്റ്റിൽ കിട്ടല്. ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് അത് പൊരിച്ചെടുക്കുകയാണ്.
ഓയിൽ നല്ലോണം ചൂടായതിനു ശേഷം നമ്മൾ ഓരോരോ മീൻ കഷ്ണങ്ങളെടുത്ത് പൊരിച്ചെടുക്കണം. ഓരോന്നിച്ച് ഇട്ടതിന് ശേഷം ഇവർക്ക് പൊരിച്ചെടുക്കാം. വറുത്തിടുക. പൊരിച്ചായി കഴിഞ്ഞാൽ നമുക്ക് ഊറ്റിയെടുക്കുക. ഒരു പാത്രത്തിലേക്ക് അത് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് പൊരിച്ചതാണ് നമ്മൾ റെഡി ചെയ്യുന്നത്. ഫിഷ് ഫ്രൈ. വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.